സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലന്ന കാൽവരി മലമേ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. മനുഷ്യപുത്രൻ അന്നാമലമേ രക്തം ചൊരിഞ്ഞപ്പോൾ മനുഷ്യപുത്രൻ അന്നാമലമേ രക്തം ചൊരിഞ്ഞപ്പോൾ മാനവ പാപം നീക്കിടുവാനാ തകർന്നു വീണപ്പോൾ മാനവ പാപം നീക്കിടുവാനായി തകർന്നു വീണപ്പോൾ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. മിശിഹാരാജൻ അന്നാമലമേ പാടുകളേറ്റപ്പോൾ മിശിഹാരാജൻ അന്നാമലമേ പാടുകളേറ്റപ്പോൾ തിരുക്കാൽകരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു
ഞാൻ കണ്ടു കാൽവരി മലമേ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലന്ന കാൽവരി മലമേ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മല. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. കുരിശ് ഒരു വസ്തുവല്ല, കുരിശ് ഒരു സംഭവമാണ്. ഈ യാഥാർത്ഥ്യം ഇന്നത്തെ ക്രിസ്ത്യാനികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒന്നായിരിക്കുന്നു. കുരിശ് എന്ന സിംബൾ ക്രിസ്തുമാർഗത്തിലെ സ്വീകാര്യമായ ഒരു സിംബളാണ് കുരിശ് എന്ന പ്രതീകം. എന്നാൽ ആ പ്രതീകത്തിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാതെ കുരിശ് എന്ന വസ്തുവിനെ വിഗ്രഹ സമാനമാക്കി വണങ്ങുന്ന, ചുമക്കുന്ന, ആരാധിക്കുന്ന ഒരു സമൂഹത്തോട് ദൈവവചനത്തിൽ പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ വാക്യമാണ്. കുരിശൊരു വസ്തുവല്ല, അതൊരു സംഭവമാണ്. പ്രതീകങ്ങളെ വിഗ്രഹവൽക്കരിച്ച് പ്രതീകത്തിൻ്റെ പിറകിലുള്ള സത്യങ്ങളെ മറക്കുന്ന ഒരു സമൂഹം നമ്മുടെ കാലഘട്ടത്തിലൊരു ശാപമാണത്. പ്രതീകങ്ങൾ വിഗ്രഹ സമാനമായി വളരുന്നു, പ്രതീകങ്ങളുടെ പിറകിലുള്ള സത്യം അവഗണിക്കപ്പെടുന്നു. ക്രിസ്തീയ സമൂഹത്തിലും ഈ ട്രാജഡി സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത് ക്രൂശ് എന്താണ്? ക്രൂശിൻ്റെ വചനമെന്ന് 1 കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:18 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതേ അധ്യായത്തിൽ 22-23 യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തുടർന്ന് 2:2 അപ്പോസ്തലൻ പറയുകയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന്. നോക്കൂ, പൗലോസ് അപ്പോസ്തലൻ ക്രൂശിന് കൊടുക്കുന്ന പ്രാധാന്യം അതിഭയങ്കരമാണ്. സാധാരണക്കാർ ഒരുപക്ഷെ ഈ പാസേജസ് ഒക്കെ വായിക്കുമ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഇന്ന് നാം കാണുന്നത് പോലെ ക്രൂശ് എന്ന വസ്തുവിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന്. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്രൂശിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ ഒരു ക്രൂശിനെ സ്ഥാപിച്ച്, ഒരു കുരിശിനെ സ്ഥാപിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചില പ്രാർത്ഥനകളും ചില അനുഷ്ഠാനങ്ങളും ഒക്കെ കഴിക്കുന്നതാണ് ക്രൂശിൻ്റെ വചനം. അതുകൊണ്ട് ക്രൂശ് എന്ന വസ്തുവിന് ക്രിസ്തീയ വിശ്വാസത്തിൽ സ്ഥാനമുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട്. അത് തെറ്റാണ് എന്ന് പറയാതിരിക്കുവാൻ തരമില്ല. ചരിത്രമറിയാവുന്നവർക്കറിയാം, ആദിമ ക്രൈസ്തവ സമൂഹം തങ്ങളുടെ ഒരു ചിഹ്നമായിട്ട് അംഗീകരിച്ചിരുന്നത് ക്രൂശിനെ അല്ല. അതൊരു നിന്ദ്യ വസ്തുവായിരുന്നു ക്രൂശ്, ഒരു കൊലമരം. പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇന്ന് ആദ്യ മനുഷ്യനെ തൂക്കിലേറ്റുന്ന ഒരു തൂക്കുമരം ആരെങ്കിലും വളരെ അലങ്കാരമായി കഴുത്തിൽ അണിയുമോ എന്ന്. അന്ന് ക്രൂശിൻ്റെ സ്ഥാനം അതായിരുന്നു, അതൊരു നിന്ദ്യ വസ്തുവായിരുന്നു. അന്നത്തെ ക്രിസ്ത്യാനികൾ ഒരടയാളം എന്ന നിലയിൽ ഉപയോഗിച്ചിരുന്നത് ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നമാണ്. ഇക്തൂസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മത്സ്യമെന്നാണ്. എൻ്റെ വിഷയം അതല്ല, ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വാക്യങ്ങൾ ക്രൂശിൻ്റെ വചനം, ക്രൂശിനെ പ്രസംഗിക്കുന്നു, ക്രൂശിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിലേക്കൊക്കെ പോകുമ്പോൾ ക്രൂശിൽ മാത്രം അഭിമാനിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്താണ് ക്രൂശ് എന്ന വാക്കുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത്? പ്രിയ സ്നേഹിതരെ, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, ക്രൂശ് ഒരു വസ്തുവല്ല, അതൊരു സംഭവമാണ്. എന്താണ് ക്രൂശിൽ സംഭവിച്ചത്? നമുക്കറിയാം, ബൈബിൾ ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുള്ളവർക്കറിയാം, ദൈവപുത്രനായ ഈശോ മിശിഹായുടെ മരണമാണ് ക്രൂശിൽ സംഭവിച്ചത്. ആ സംഭവം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയിലേക്ക് നമ്മെ നടത്തുന്നത്. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്,
ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ബൈബിളിൻ്റെ ആദ്യ താളുകളിൽ നാം കാണുന്ന ഒരു കാര്യമാണ് പാപത്തിൻ്റെ ശമ്പളമായ മരണം എന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇല്ലാതാകൽ എന്നല്ല, പ്രത്യുത വേർപാട് എന്നാണ്. ഏദൻ തോട്ടത്തിൽ ഒരു പാപം ചെയ്തപ്പോൾ തന്നെ ദൈവവും മനുഷ്യനും തമ്മിൽ വേർപെട്ടു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണത്തിൻ്റെ അർത്ഥം വേർപാടാണ്. ദൈവത്തിൽ നിന്ന് വേർപെട്ട് മനുഷ്യൻ പോകുന്നു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ട് പാപത്തിന് പരിഹാരം വരുത്താതെ മരിക്കുന്നുവെങ്കിൽ നിത്യമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് മനുഷ്യൻ നരകത്തിലേക്ക് പോകേണ്ടി വരും. ഈ ആപത്ഘട്ടത്തിൽ സ്നേഹവാനായ ദൈവം മനുഷ്യരക്ഷയ്ക്കായി ഒരുക്കിയ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഇടമാണ് കാൽവരിയിലെ ക്രൂശ്, ഈശോ മിശിഹായുടെ മരണം. പ്രിയ സ്നേഹിതരെ, ക്രൂശ് എന്ന വസ്തുവിൽ ഈശോ മിശിഹാ ക്രൂശിക്കപ്പെടുമ്പോൾ ആ സംഭവത്തിലൂടെ മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം വന്നു എന്നുള്ള സത്യമാണ് നാം തിരിച്ചറിയേണ്ടത്. അതെങ്ങനെയാണ്? പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, 2000 വർഷം മുന്നം ഈശോ മിശിഹാ ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഇന്നത്തെ പാപികൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന ചോദ്യം പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. ഈശോ മിശിഹായെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത സ്നാപക യോഹന്നാൻ പറഞ്ഞ വാക്കുകൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോ മിശിഹാ ക്രൂശിലേക്ക് പോയത്, മരിക്കുവാൻ പോയത് തൻ്റെ പാപനിമിത്തമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ടാണ് അവൻ ക്രൂശിലേക്ക് പോയത്. ഇത് അതീവ പ്രാധാന്യമുള്ള ഒരു തിരിച്ചറിവാണ്. ഈശോ മിശിഹാ രക്തസാക്ഷിയായി മരിക്കുകയായിരുന്നില്ല. വിപ്ലവകാരി ആയതുകൊണ്ട് അന്നത്തെ ഗവൺമെൻറ് അവനെ തൂക്കിലേറ്റുകയായിരുന്നില്ല. പ്രത്യുത അവൻ ഒരു ബലിയാവുകയായിരുന്നു. ദൈവത്തിൻ്റെ ബലിമൃഗമെന്നല്ലേ യോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ ബലിമൃഗം. ക്രൂശിൽ സംഭവിച്ച സംഭവം അതാണ്. മാനവകുലത്തെ രക്ഷിക്കുവാനായി ദൈവം തൻ്റെ പുത്രനെ അയക്കുന്നു. ആ പുത്രൻ കന്യകയിൽ നിന്ന് ജനിച്ച് മനുഷ്യർക്ക് തുല്യനായ ഒരു ജഡമുള്ളവനായി പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യനും പൂർണ്ണാർത്ഥത്തിൽ ദൈവവുമായി ഈ ഭൂമിയിലൂടെ നടന്നപ്പോൾ സകല മനുഷ്യർക്കും പകരം നിൽക്കുവാൻ കഴിയുന്ന ഒരുവനാണ് ഈശോ മിശിഹാ. കാരണം ഈശോ മിശിഹായാണ് സകല മനുഷ്യരെയും സൃഷ്ടിച്ചത്. ആ ഒരുവൻ, ദൈവപുത്രനായവൻ, സൃഷ്ടികൾക്ക് കാരണഭൂതനായവൻ, ഭൂമിയിൽ മനുഷ്യനായി വന്ന് പാപരഹിതനായി ജീവിച്ച്, അത് ശ്രദ്ധിക്കണം, പാപരഹിതനായി ജീവിച്ചിട്ട് വലിയ പാപിയെപ്പോലെ പാപമാക്കി തീർക്കപ്പെട്ടവനായി ക്രൂശിൽ മരിക്കുമ്പോൾ സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുന്നു എന്നാണ് ബൈബിൾ സാക്ഷ്യം. ഈ സത്യത്തിൽ, ഈ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് സമ്പൂർണമായ പാപവിമോചനമുണ്ട് എന്നതാണ് ബൈബിൾ പ്രഖ്യാപനം. ഇതിലൂടെ അല്ലാതെ മറ്റൊരു വിധത്തിലും നീതിപൂർവകമായ പാപമോചനമില്ല എന്നുള്ള തിരിച്ചറിവ് ബൈബിളിൻ്റെ എഴുത്തുകാർക്കുണ്ടായതുകൊണ്ടാണ് അവർ ബൈബിൾ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുന്നത്: ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന്. തീർച്ചയായിട്ടും അത് പ്രകോപനപരമായ പ്രസ്താവനയാണ്. രക്ഷയ്ക്കായിട്ട് ഈശോ മിശിഹായുടെ നാമം, ഈശോ മിശിഹായുടെ ക്രൂശ് മരണം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് എല്ലാം ശരിയാണ്, എല്ലാം സ്വീകാര്യമാണ്, എല്ലാ മതങ്ങളും ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നു എന്ന് പലവട്ടം പറയുന്ന ആധുനിക സമൂഹത്തിന് സ്വീകാര്യമായൊരു പ്രസ്താവനയല്ല. ഈശോ മിശിഹായിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന പ്രഖ്യാപനം. പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, വേറെ ആരാണ് പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ ഭൂതലത്തിലേക്ക് വന്നത്? പാപികളുടെ പാപത്തെ ഏറ്റെടുക്കുവാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിക്കപ്പെടുന്നത് വേറെ ആരാണുള്ളത്? രക്ഷകൻ എന്ന് പേർ വിളിക്കപ്പെടുന്ന വേറൊരുവൻ വേറെ ആരാണുള്ളത്? എൻ്റെ അന്വേഷണത്തിൽ രക്ഷകൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനുമില്ല കേട്ടോ, ഈശോ മിശിഹ അല്ലാതെ. സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്ന വേറൊരു പ്രത്യയശാസ്ത്രം എവിടെയാണുള്ളത്? സുവിശേഷം, നല്ല വിശേഷം, പാപികളെ സമ്പൂർണമായി, സൗജന്യമായി, ഉറപ്പായി, ലളിതമായി രക്ഷിക്കുന്ന, നീതിപൂർവകമായി രക്ഷിക്കുന്ന വേറൊരു സുവിശേഷം ഏതെങ്കിലും മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാൻ വന്നവരെ കുറിച്ച് നാം കേൾക്കാറുണ്ട്. പക്ഷേ ദുഷ്ടന്മാർക്ക് വേണ്ടി മരിക്കുവാൻ വന്ന് പാപികളുടെ സ്ഥാനത്ത് മരിച്ച് പാപികൾക്ക് രക്ഷ സാധ്യമാക്കിയ രക്ഷകനെ കുറിച്ച് പറയുമ്പോൾ അത് ഈശോ മിശിഹ മാത്രമല്ലാതെ മറ്റാരുമല്ലാത്തതുകൊണ്ടാണ് ബൈബിളിൻ്റെ എഴുത്തുകാർ ഇങ്ങനെ പറയുന്നത്: ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അർത്ഥത്തെ വ്യത്യസ്തമായ നിലകളിൽ പലരും വ്യാഖ്യാനിച്ചു കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണം എന്നാണ് അർത്ഥം. യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാലും യേശുവിൻ്റെ മരണം എന്നാണ് അർത്ഥം. യേശുവിൻ്റെ മരണം
പാപത്തെ നീക്കുവാനുള്ള ഒരു മരണമാണ്. അത് രോഗത്തെ നീക്കുവാനുള്ളതോ ഭൗതിക നന്മകൾ നൽകുവാനുള്ളതോ ആണ് എന്ന് പറയുന്നത് ശരിയല്ല. യേശു രോഗസൗഖ്യം നൽകുന്നവനാണ്, ഭൗതികമായി നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്, തർക്കമില്ല. പക്ഷേ യേശുവിൻ്റെ ക്രൂശിലേക്ക് രോഗശാന്തിയെയോ ഭൗതിക നന്മകളെയോ കൂട്ടിക്കെട്ടുന്നത് യോഗ്യമല്ല. അതിൻ്റെ കാരണം യേശുവിൻ്റെ മരണം പാപശാന്തിക്ക് വേണ്ടിയുള്ള മരണമാണ്. നിയമരക്തം എന്നാണ് ബൈബിൾ യേശുവിൻ്റെ രക്തത്തെ വിളിക്കുന്നത്. അതായത് നിയമം അനുശാസിക്കുന്നത് പാപത്തിൻ്റെ ശിക്ഷയായി മരണം കൊടുക്കണമെന്നുള്ളതാണ്. പാപത്തിൻ്റെ ശിക്ഷയായി മരണം എന്നതാണ് നിയമം. ആ നിയമത്തെ തൃപ്തിപ്പെടുത്തുവാനാണ് യേശു രക്തം ചിന്തിയത്, അല്ലെങ്കിൽ യേശു മരിച്ചത്. അത് നിയമരക്തമാണ്. നിയമത്തെ തൃപ്തിപ്പെടുത്തുന്ന പാപത്തിൻ്റെ ശമ്പളമായ മരണം ഒന്നുകിൽ പാപി അനുഭവിക്കണം, അല്ലെങ്കിൽ പാപിക്ക് പകരം നിൽക്കുവാൻ കഴിയുന്ന പരിശുദ്ധൻ അനുഭവിക്കണം. പാപിക്ക് പകരം നിൽക്കുവാൻ കഴിയുന്ന പരിശുദ്ധനായ ദൈവപുത്രനായ ഈശോ മിശിഹ ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ ചൊരിഞ്ഞ രക്തം നിയമരക്തമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്നാണല്ലോ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് നിയമരക്തമാണ്. പാപി ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായ മരണം പാപം ചെയ്യാത്തവനായ മനുഷ്യപുത്രൻ, പരിശുദ്ധനായ മനുഷ്യപുത്രൻ അനുഭവിച്ച് തീർക്കുന്ന ചിത്രമാണ് നമ്മൾ കാൽവരി ക്രൂശിൽ കാണുന്നത്. അത് നിയമരക്തമാണ്. അത് രോഗശാന്തിക്കായിട്ടുള്ളതല്ല, അത് ഭൗതിക നന്മകൾക്കായിട്ടുള്ളതല്ല. ചില ആളുകളൊക്കെ അറിഞ്ഞോ അറിയാതെയോ യേശുവിൻ്റെ രക്തം വാഹനത്തിൽ പുരട്ടുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ ഭിത്തിയിൽ പുരട്ടുന്നു ഒക്കെ ആയിട്ട് പറയാറുണ്ട്. വാസ്തവത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെയുള്ള ഒരു പ്രയോഗമാണത്. യേശുവിൻ്റെ രക്തം ആത്മാവിൽ പറ്റിയ കറകളെ കഴുകിക്കളയുന്ന നിയമരക്തമാണ്. പാപത്തെ കഴുകിക്കളയുന്ന നിയമരക്തമാണ്. പാപം കഴുകപ്പെടുവാൻ യേശുവിൻ്റെ പകരം മരണത്തിലുള്ള ആശ്രയമല്ലാതെ മറ്റൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ക്രൂശ് ഒരു വസ്തുവല്ല, അതൊരു സംഭവമാണ്. പാപികൾക്ക് വേണ്ടി പരിശുദ്ധനായ ദൈവപുത്രൻ കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന സംഭവമാണ് ക്രൂശ്. നാം ഹൃദയത്തിൽ ഏറ്റേണ്ടത് ഈ സംഭവത്തെയാണ്. എനിക്ക് പകരക്കാരനായി എന്നെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ പുത്രൻ പാപിയായ എനിക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. നിന്റെ രക്തം കൊണ്ട് എൻ്റെ പാപങ്ങളെ കഴുകിക്കളയണമേ. ഇതാണ് ക്രൂശിന് നമ്മോട് പറയുവാനുള്ളത്. ക്രൂശിനെ കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവവും അതുതന്നെയാണ്. എന്നാൽ സാധുക്കളായ പലരും, ഈ സത്യമറിയാത്ത പലരും ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് മലകൾ കയറി തീർത്ഥാടനങ്ങൾ നടത്തി തങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ശ്രമിക്കുമ്പോൾ ക്രൂശിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ വ്യർത്ഥമായി മാനുഷിക പാരമ്പര്യങ്ങളെ പിൻപറ്റി തങ്ങളുടെ ആയുസ് പാഴാക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ ആഹ്വാനം ചെയ്യുവാനുള്ളത് ക്രൂശിലേക്ക് വരിക. ക്രൂശ് എന്ന സംഭവത്തെ തിരിച്ചറിയുക. ക്രൂശ് എന്ന വസ്തുവല്ല. ഒരുപക്ഷെ ക്രൂശ് എന്ന വസ്തുവിനെ ഒരു പ്രതീകം എന്ന നിലയിൽ ഒരിടത്ത് പ്രതിഷ്ഠിച്ചതുകൊണ്ട് അതിൽ തന്നെ തെറ്റുണ്ടോ എന്ന് പറയുവാൻ ഞങ്ങൾ ആളല്ല. ഒരു ക്രൈസ്തവ ആരാധനാലയത്തിൻ്റെ മുകളിൽ ഒരു ക്രൂശ് സ്ഥാപിക്കുന്നു എന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയുവാനാവില്ല. പക്ഷേ അതിനെ ഒരു പൂജ്യവസ്തുവായി കരുതി അതിനെ ചുവന്നുകൊണ്ട് പുണ്യസ്ഥലങ്ങളിൽ പോകുന്നത് കൊണ്ട് പാപമോചനം ഉണ്ടാകുമെന്ന് ധരിച്ചു വെക്കുന്നത് തീർച്ചയായും ദൈവവചനത്തോട് യോജിച്ചു പോകുന്ന ഒരാശയമല്ല. ക്രൂശ് എന്ന സംഭവത്തെ, എനിക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ച യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങ് എൻ്റെ പാപത്തെ ചൂന്നുകൊണ്ടാണല്ലോ മരിച്ചത്. അങ്ങയുടെ മരണം മൂലം എൻ്റെ മരണം ഒഴിവായല്ലോ. അങ്ങയുടെ രക്തം എൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞല്ലോ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. എൻ്റെ രക്ഷക, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. നീ അല്ലാതെ എനിക്കൊരു രക്ഷകനില്ല. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ആ കൊടുങ്കുറ്റവാളി പറഞ്ഞതുപോലെ നാം പറയുന്നുവെങ്കിൽ ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ എന്ന് കർത്താവിൻ്റെ സമ്മുഖത്തു നിന്ന് നമുക്കും കേൾക്കുവാൻ കഴിയും. ഞങ്ങളുടെ പ്രാർത്ഥന ഇതാണ്. ഞങ്ങളുടെ കേൾവിക്കാർക്ക് അത് കഴിയട്ടെ. യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ ആശ്വാസവചനം, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ എന്നുള്ള ആശ്വാസവചനം കേൾക്കുവാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സർവ്വമഹത്വവും പാപികൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനർപ്പിക്കുന്നു.
ക്രൂശ് എന്ന് പറയുന്ന വാക്ക് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്കാണ്. അതിനെക്കുറിച്ച് ആളുകൾ അത് വീടുകളിലും അതുപോലെ നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ അത് ചിഹ്നമായി ധരിക്കുകയും അത് നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അറിവ്. ആ അറിവാണ് നമ്മെ ആത്മരക്ഷയിലേക്ക് നയിക്കുന്നത്. ചോദ്യം ഇതാണ്, വാസ്തവത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ദൈവമാണ് എന്ന് നമുക്കറിയാം. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയോജനമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ നമുക്ക് എന്താണ് ഉത്തരം നൽകുവാനായിട്ട് കഴിയുക? ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് എവിടെയായിരിക്കും? നിത്യതയിലായിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് എന്ത് ഉത്തരം നൽകുവാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിരിക്കുന്ന ഉറപ്പ് പറയുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിച്ചതിൻ്റെ പ്രയോജനം നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിച്ചത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് കഴിയും, സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ദൈവവചനത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശം ഇരിക്കെ ആ ഉറപ്പ് നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് എത്രയോ സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ആത്മരക്ഷ പ്രാപിക്കണമെങ്കിൽ, ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിനൊന്നാമതായിട്ട് ചെയ്യേണ്ടത് ഞാനൊരു പാപിയാണെന്ന് നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് ബോധ്യമുണ്ടാകുക എന്നുള്ളതാണ്. മാത്രമല്ല, ആ പാപാവസ്ഥയെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും പാപങ്ങളെ ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് ആ രക്ഷിതാവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനായി നാഥനായി സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, രക്ഷ സൗജന്യമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അത് കൃപയാൽ ദൈവം നമുക്ക് നൽകുന്നതാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസത്താൽ മാത്രം നമുക്ക് ഈ രക്ഷ സൗജന്യമായി സ്വന്തമാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, അവനിൽ വിശ്വാസമർപ്പിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഏകപരിശുദ്ധൻ, അവിടുന്ന് സകലത്തിൻ്റെയും സൃഷ്ടിതാവ്, അവിടുന്ന് സ്നേഹവാനായ ദൈവം എന്നോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കുന്ന അങ്ങ് കർത്താവെ, പാപിയായിരിക്കുന്ന മനുഷ്യനു വേണ്ടി അവനെ രക്ഷിക്കുവാനായി കർത്താവ് ഒരുക്കിയ രക്ഷാകര പദ്ധതിക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നുള്ള വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് വചനം കേട്ട എല്ലാ ആളുകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ പകരണമേ, അവിടുത്തെ ആത്മാവ് അവരുടെ മേൽ വ്യാപരിക്കണമേ. കർത്താവായ യേശുക്രിസ്തു സത്യദൈവമാണെന്നും ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള ആ ബോധ്യവും തിരിച്ചറിവും വിശ്വാസവും അവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമാ